നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ടെണ്ണൽ തുടങ്ങി. ആദ്യ ഫലസൂചനകളിൽ LDFന് മുൻതൂക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 8 മണിയോടെ ആരംഭിച്ചു. ആദ്യഫലം രാവിലെ 8:30 പൂർണ്ണഫലം ഉച്ചയോടെ ലഭ്യമാകും. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിൽ രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. വെഞ്ഞാറമൂട്ടിൽ സൂപ്പർമാർക്കറ്റിന്റെ ഗോഡൌണിൽ തീപിടുത്തം. ആളപായമില്ല. തണ്ട്രാംപൊയ്കയിലെ തവാനി സൂപ്പർമാർക്കറ്റിന്റെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. പുലർച്ചെ 4 മണിയോടെയാണ് തീ കത്തുന്നത് പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സൂപ്പർമാർക്കറ്റിനകത്തേക്ക് തീ പടരുന്നത് തടഞ്ഞിട്ടുണ്ട്. സൂപ്പർമാർക്കറ്റിന്റെ പുറകിലുള്ള ഷെഡാണ് ഗോഡൌണായി പ്രവർത്തിക്കുന്നത്. അത് പൂർണ്ണമായും കത്തിനശിച്ചു. സഹോദരിയോട് മോശമായി സംസാരിച്ചതിനെ തുടർന്ന് തർക്കം. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. തൃശൂർ പറപ്പൂക്കര ഉന്നതിയിലെ പാണ്ഡ്യത്ത് വീട്ടിലെ മദനന്റെ മകൻ അഖിൽ 28 വയസ്സ് ആണ് മരിച്ചത്. അയൽവാസിയായ രോഹിത് ആണ് കുത്തിയത്. സംഭവശേഷം പ്രതി ബൈക്കിൽ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. രോഹിത്തിന്റെ സഹോദരിയോട് അഖിൽ മോശമായി സംസാരിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. തീപ്പെട്ടി ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് മർദ്ദനമെന്ന് പരാതി. 2 പേർ പിടിയിൽ. കായംകുളം ചേരാവള്ളി AS മൻസിൽ ആരിഫ് 21 വയസ്സ്, കായംകുളം ദേശത്തിനകം ഓണംപള്ളിയിൽ ആദിൽ 20 വയസ്സ് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. എറണാകുളം ഭാഗത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഡിസംബർ 4 പുലർച്ചെ 2:45 പറയക്കടവിന് സമീപമാണ് സംഭവം. പറയക്കടവ് സ്വദേശിയായ സുഭാഷ് ജോലിക്ക് പോകാനായി വരവെ പ്രതികൾ തീപ്പെട്ടി ചോദിക്കുകയും അത് കൊടുക്കാത്തതിന്റെ വിരോധത്തിൽ മാരകായുധം വെച്ച് തലയ്ക്കടിച്ചുവെന്നാണ് പരാതി. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികൾ ഒളിവിലായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂരിൽ UDFന് വൻ മുന്നേറ്റം. NDA രണ്ടാമത്. ലീഡ് നിലയിൽ പിന്നിൽ LDF. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചതിന് പിന്നാലെ തൃശൂരിൽ UDF തിരിച്ചുവരുന്നതിന്റെ പ്രതീതി. ആദ്യ സൂചനകൾ പുറത്തുവരുമ്പോൾ UDF 12 സീറ്റുകളിലാണ് മുന്നിൽ. കോർപ്പറേഷനിൽ BJP ശക്തമായ സാന്നിധ്യമായി മാറുന്നതിന്റെയും സൂചനകളുണ്ട്. 7 സീറ്റുകളിലാണ് NDA സ്ഥാനാർത്ഥികൾ മുന്നിലുള്ളത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ 6 സീറ്റിലാണ് മുന്നിലുള്ളത്. ലീഡ് നിലയിൽ മൂന്നാമതാണ് LDF.